ഓം ശാന്തി, ഓം ശാന്തി, ओम शांति। आज बहुत सुंदर विषय ये दिया गया है। ഇന്ന് വളരെയധികം സുന്ദരമായിട്ടുള്ളൊരു വിഷയമാണ് തന്നിരിക്കുന്നത്. സന്തുഷ്ടതയാണ്. കാരണം ഏതൊരു യൂണിവേഴ്സിറ്റിയിലും തന്നെ, അത് ഏത് തന്നെയുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ആ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും ഉണ്ടാവുക ഏതെങ്കിലും പ്രകാരത്തിലുള്ള പഠിപ്പായിരിക്കും. പഠിപ്പിന് ശേഷമാണെങ്കിലോ പദവിയോടുകൂടിയായിരിക്കും പാസ്സാവുക. എന്തെങ്കിലും ഡിഗ്രി കിട്ടും. ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കും. ബാബയും പറയാറുണ്ടല്ലോ, നമ്മുടേതും ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. ഈ യൂണിവേഴ്സിറ്റിയിലെ പഠിപ്പിൽ ഇവിടെ ഡിഗ്രിയോടെ പാസ്സാകണം, അഥവാ പദവിയോടെ പാസ്സാകണമെങ്കിൽ പാസ്സാകുന്നതിലൂടെ തന്നെ നമുക്ക് 3 സർട്ടിഫിക്കറ്റാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമ്മുടെ പുരുഷാർത്ഥവും അതിനു വേണ്ടിയിട്ടാണ്. ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് നമുക്കറിയാം. ഒന്ന്, ആദ്യം അവനവനോട് തന്നെ സന്തുഷ്ടമായിരിക്കുക. പരിവാരത്തിലുള്ളവർ എന്നിൽ സന്തുഷ്ടമായിരിക്കുക. ഒപ്പം ബാബ എന്നിൽ സന്തുഷ്ടമായിരിക്കുക. ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് നേടിയെടുക്കാൻ അപ്പോഴേ കഴിയുള്ളൂ ബാബ നൽകുന്ന ഈ പഠിപ്പിനെ സമ്പൂർണമായും ആന്തരികമായി ജീവിതത്തിലെ ഗ്രഹിക്കുമ്പോൾ. ഈ പഠിപ്പിനെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞരമ്പുകളിലെ ഇതലിഞ്ഞു ചേരണം. അപ്പോൾ മാത്രമാണ് ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കാൻ സാധിക്കൂ. ബാബ എല്ലായ്പ്പോഴും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഈ ബ്രാഹ്മണ ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട വരദാനമാണ്, അഥവാ സൗഭാഗ്യമാണ്. ഏത് ബ്രാഹ്മണർക്കാണോ ഈ 3 പ്രകാരത്തിലുള്ള സർട്ടിഫിക്കറ്റും പ്രാപ്തമാക്കുന്നത്, അവരാണ് വിജയമാലയിൽ തന്നെ അഷ്ടരത്നങ്ങളിൽ കോർക്കപ്പെടുന്നത്. അഷ്ടരത്നങ്ങളിൽ കോർക്കപ്പെടണമെങ്കിൽ ഈ 3 സർട്ടിഫിക്കറ്റുകളും ബ്രാഹ്മണ ജീവിതത്തിൽ പ്രാപ്തമാക്കിയിരിക്കണം. അപ്പോൾ ഒന്ന്, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. 2, ഇത് നമ്മുടെ പഠിപ്പാണ്. 3-മത്തേത് റിസൾട്ടാണ്. റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റ്, അതാണ് ഈ 3 എണ്ണം. എനിക്ക് ഓർമ്മ വരികയാണ്, ഒരു പ്രാവശ്യം മധുബനിലെ അവ്യക്ത ബാബ്ദാദ വന്നപ്പോൾ ദാദിമാരുമായിട്ട് അവ്യക്ത ബാബ്ദാദയുടെ മിലനം നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വലിയ ദാദി പ്രകാശ്മണി ദാദി ബാബ്ദാദയുടെ അടുത്തെത്തി. അപ്പോൾ ദാദിയോട് ബാബ ചോദിച്ചത് ഇതാണ്, ദാദി, ഈ മധുബൻ നിവാസികളെല്ലാവരും ദാദിയിൽ സന്തുഷ്ടമാണോ? ദാദിയോട് വളരെ പെട്ടെന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ദാദി നിശബ്ദമായിട്ടിരുന്നു. ദാദി ഒന്നും മിണ്ടാതെ വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാവരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. ദാദിയും എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. ദാദി ഇടയ്ക്ക് ബാബയെ നോക്കി. ആ സമയത്ത് ബാബ ദാദിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്തു. ദാദിക്ക് വേണ്ടി ബാബ ഇങ്ങനെയാണ് പറഞ്ഞത്, എല്ലാവരും 95% ദാദിയിൽ സന്തുഷ്ടമാണ്. അഥവാ ഇനി 5% ആരെങ്കിലും അസന്തുഷ്ടമാണെങ്കിൽ അത് അവരവരുടെ തന്നെ സംസ്കാരം കാരണം അവർ അസന്തുഷ്ടമായിരിക്കുകയാണ്. കാരണം ഇത് ഏറ്റവും വലിയ റിസൾട്ടാണ് ബാബ ദാദിയെക്കുറിച്ച് പറഞ്ഞത്. ഒന്നാണ് അവനവൻ്റെ ആത്മസംതൃപ്തി, എല്ലാവരിൽ നിന്നും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടുക. ഇനി സ്വയം ഭഗവാൻ തന്നെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് സഭയിൽ കൊടുക്കുക. ഇത് എത്ര വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരാണോ അഷ്ടരത്നങ്ങളിലെ വരാനിരിക്കുന്ന മുത്തുകൾ, അത് ഇതാണ്, പ്രത്യക്ഷ തെളിവാണ് 3 പ്രകാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുക.
ഒന്ന് ആത്മസംതൃപ്തി, 2 പരിവാരത്തിലുള്ള എല്ലാവരും സന്തുഷ്ടരാക്കുക, 3-ാമത്തേത് ഭഗവാൻ നമ്മളിൽ സന്തുഷ്ടരാവുക. എങ്കിൽ ഈ സന്തുഷ്ടതയാകുന്ന ഗുണം എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വരിക? നമ്മുടെ ദാദിമാരെല്ലാവരും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ബാബ മമ്മയുടെ പാലനയൊക്കെ ലഭിച്ചിരിക്കുന്നവരെ വളരെയധികം കുറച്ചു പേരെ ഇപ്പോഴുള്ളൂ, അല്ല എണ്ണപ്പെട്ടവരേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും ദാദിമാരുടെ പാലന എടുത്തിട്ടുണ്ട്. ദാദിമാരുടെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും മുന്നിലെ റോൾ മോഡലാണ്. ദാദിമാരെപ്പോഴും തന്നെ സ്വയം സന്തുഷ്ടരായിരുന്നു. അവരെ മറ്റുള്ളവരെ സന്തുഷ്ടരാക്കുകയും ചെയ്തിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതിലെ 3 കാര്യങ്ങളാണ് വന്നത്. അതിലെ ഒന്നാണ് സന്തോഷം, 2-ാമത്തേതാണ് സംതൃപ്തി, 3-ാമത്തേതാണ് സന്തുഷ്ടത. ആരെയെങ്കിലും നമ്മൾ കാണുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറില്ലേ, സന്തോഷാണോ, സംതൃപ്തമായിട്ടാണോ ഇരിക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അവർ പറയുന്ന മറുപടി ഇതായിരിക്കും, ആ സന്തോഷാണ്. സന്തോഷത്തിൻ്റെ ആധാരം എന്താണ്? സംതൃപ്തമായിരിക്കാനുള്ളതിൻ്റെ ആധാരം എന്താണ്? സന്തുഷ്ടതയുടെ ആധാരം എന്താണ്? സന്തോഷത്തിൻ്റെ ആധാരമാണ് കണ്ടുമുട്ടൽ, കൂടിക്കാഴ്ച, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ. ആരെയെങ്കിലുമായിട്ട് നമുക്കിഷ്ടപ്പെട്ടവരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാകും. അപ്പം നമ്മൾ പറയാറില്ലേ, ശരിയാണ്, നിങ്ങൾ എത്ര ദിവസമായി കണ്ടിട്ട്, നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്. സന്തോഷം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുമ്പോഴും സന്തോഷമുണ്ടാകും. എന്നാൽ സംതൃപ്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? സംതൃപ്തമായിരിക്കുന്നതിന് വേണ്ടി, ഇതിനു വേണ്ടി ബാബ എല്ലായ്പ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു ശബ്ദം ഇതാണ്, ആര് സംതൃപ്തരായിരിക്കുന്നുവോ അവർ രഹസ്യത്തെ അറിയുന്നവരാണ്. ആരാണോ രഹസ്യത്തെ മനസ്സിലാക്കാത്തത് അവരെപ്പോഴും തന്നെ നിരാശരായിരിക്കും. ആരാണോ നിരാശരായിരിക്കുന്നത് അവർക്കെങ്ങനെ സന്തുഷ്ടരായിരിക്കാൻ കഴിയും? സന്തുഷ്ടരായിരിക്കുന്നതിന് വേണ്ടി എപ്പോഴും തന്നെ സംതൃപ്തരായിരിക്കണം. അതാവശ്യമാണ് വളരെയധികം. അഥവാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ നിരാശരാവുകയാണെങ്കിൽ അപ്പോൾ സന്തുഷ്ടത വളരെയധികം ദൂരെയാക്കും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും രഹസ്യത്തെ മനസ്സിലാക്കണം. ഡ്രാമയുടെ രഹസ്യത്തെ ആരാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ആരുടെയെങ്കിലും പാർട്ടുകളെ കണ്ടുകൊണ്ടും രഹസ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്, എവിടെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിയുന്നു അവരൊരിക്കലും നിരാശപ്പെടില്ല. ഇനി നിരാശരാകാതിരിക്കുകയാണെങ്കിൽ അവിടെ സന്തുഷ്ടത താനേ ഉണ്ടാകും. അതും സഹജമായി തന്നെ സന്തുഷ്ടരാകാൻ പറ്റും. പക്ഷേ ആ സന്തുഷ്ടതയ്ക്ക് വേണ്ടി ദാദിമാരുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പ്രാക്ടിക്കലായി കണ്ടത് എന്തൊക്കെയാണ്? സന്തുഷ്ടരായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? അഭിനന്ദനങ്ങൾ നൽകണം. അതാവശ്യമാണ്. അനേകരുടെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടണമെങ്കിൽ അപ്പോഴേ നമുക്കത് ലഭിക്കുള്ളൂ. ഏതുവരയ്ക്ക് പരിവാരത്തിൻ്റെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ നേടുന്നില്ലയോ അതുവരയ്ക്കും ബാബയുടെ സർട്ടിഫിക്കറ്റും സന്തുഷ്ടതയുടെ നേടാൻ കഴിയില്ല. ഒപ്പം തന്നെ ആത്മസംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടില്ല. പരിവാരത്തിൻ്റെ സന്തുഷ്ടതയുടെ ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ, അഥവാ അവരിൽ നിന്നുള്ള സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടാനുള്ള ആധാരമാണ്. ഇന്ന് വീട്ടിനകത്താണെങ്കിൽ പോലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് വീട്ടിലാരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണ്ടി അവർ വളരെ നന്നായിട്ട് പരിശ്രമിച്ച് നന്നായിട്ട് രുചിയുള്ള ഫുഡ് അവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്നാൽ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വെറുതെ നിങ്ങൾ ഒരു വാക്കായിട്ട് മാത്രം പറഞ്ഞു, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടോ, രുചിയുള്ള ഭക്ഷണമായിരുന്നു.
നിങ്ങൾ അവരെ അങ്ങനെ അഭിനന്ദിക്കുമ്പോൾ, വെറും വാക്കാലാണ് നിങ്ങൾ അഭിനന്ദിച്ചത് എങ്കിൽ പോലും അത് അവരുടെ ഉള്ളിൽ എത്ര സന്തോഷം ഉണ്ടാക്കുന്നറിയോ. ഇനി അടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കുറച്ചുകൂടെ നന്നായിട്ട് അവർ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. സ്നേഹത്തോടു കൂടി കുറച്ചുകൂടെ നന്നായിട്ട് ഉണ്ടാക്കി തരാനായിട്ട് അവർ പരിശ്രമിക്കും. കാരണം നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചത് എന്താണ്? അവിടെ ആത്മസംതൃപ്തിയാണ്. എപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നുവോ, രണ്ട് വാക്ക് അഭിനന്ദനത്തിൻ്റെ പറയുമ്പോൾ, അപ്പോൾ അവരെന്ത് ചെയ്യും? അടുത്ത ദിവസം കുറച്ചുകൂടെ നന്നായിട്ട് പരിശ്രമിച്ച് സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങളോടൊപ്പം അവർ സേവനത്തിന് വളരെ നല്ല സഹയോഗം ചെയ്ത് നിങ്ങളുടെ ഒരു കൈയായിട്ട് അവർ കൂടെയുണ്ടാകും. ഇതാണ് ദാദിമാർ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. ബാബയും അവരെ പഠിപ്പിച്ചത് ഇത് തന്നെയായിരുന്നു. ബാബ എല്ലായ്പ്പോഴും കുട്ടികളോട് പറഞ്ഞത്, കുട്ടികളെ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും കാര്യങ്ങൾ അഥവാ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും, അപ്പോഴും നിങ്ങൾ അവരോട് പറയേണ്ട ശബ്ദം ഇതാണ്: ആ നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ലതാ. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആദ്യം വരേണ്ട ശബ്ദം ഇതാണ്: ആ നല്ല അഭിപ്രായമാണ്. ആദ്യ ശബ്ദം തന്നെ ഒരിക്കലും വിയോജിപ്പ് കാണിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് ആ അഭിപ്രായത്തിനോട് വിയോജിപ്പ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ ആ ശരി ചെയ്തോളൂ, പിന്നെ അതിനുശേഷം നിങ്ങൾ അവരെ തിരുത്തുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നിങ്ങളുടെ അഭിപ്രായത്തെ സ്വീകരിക്കാനുള്ള ശക്തി അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ജോലി ചെയ്തു, ചിലപ്പോൾ നമുക്ക് അവർ ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എത്ര ഇഷ്ടക്കേടുണ്ടോ ആ ഇഷ്ടക്കേട് മുഴുവൻ നമ്മൾ ശബ്ദത്തിലൂടെ ബഹളമുണ്ടാക്കിയിട്ട് നമ്മൾ പ്രതികരിച്ചു. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്ത് പണിയാ ചെയ്തത്? ഇത് ചെയ്യാനുള്ള വിധി ഇങ്ങനെയാണോ? ഈ രീതിയിലാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരോട് നമ്മൾ ആ തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ദിവസം ആ വ്യക്തി അത് ചെയ്യൂ? ഇല്ല. കാരണം അവരെ നമ്മൾ സന്തുഷ്ടപ്പെടുത്തിയില്ല. അപ്പോൾ അവരെങ്ങനെ ആ കാര്യം ഒന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ട് ചെയ്യും? അതുകൊണ്ട് ആദ്യം തന്നെ സന്തുഷ്ടരാക്കുന്നതിന് വേണ്ടി അഭിനന്ദിക്കേണ്ട സ്വഭാവം വളരെയധികം ആവശ്യമാണ്. നോക്കൂ, ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന ഡ്രില്ല് അതിലെ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ബാബയ്ക്ക് വളരെ നന്നായിട്ടറിയാം ഏതേത് കുട്ടികളുടെ ഉള്ളിൽ എന്തു കുറവാണ്, എന്തു ദുർബലതയാണുള്ളത്. പക്ഷെ എന്നിട്ടും ബാബ എന്താ ചെയ്യാറുള്ളത്? കുട്ടികളുടെ ഗീതം എന്താ ബാബ പാടാറുള്ളത്? വാ ബച്ചി വാ, സബാഷ് കുട്ടികളെ സബാഷ് എന്നാണ് പറയുക. ബാബയുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും കുട്ടികളെ പ്രതി ബാബ പറയുന്ന ശബ്ദം ഇതാണ്: സബാഷ്. അതാണ് അഭിനന്ദനം. ഇപ്പം ബാബ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബയും കുട്ടികളെ കൊണ്ട് ഈ ഗീതം പാടാനായിട്ട് പഠിപ്പിക്കുന്നത്. ഏത് പരിതസ്ഥിതിയിലും നിങ്ങളും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കൂ: ആഹാ ഡ്രാമ, ആഹാ ബാബ, ആഹാ എൻ്റെ ഭാഗ്യം. എത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിലെ സബാഷ് സബാഷ് എന്നുള്ള പാട്ട് പാടുന്നു, അഥവാ ഈ സബാഷ് എന്നുള്ള പാട്ട് പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ ഡ്രാമയിലെ അങ്ങനെയുള്ളൊരു സീനല്ല എങ്കിൽ പോലും, ആഹാ എന്നുള്ള സീനല്ല എങ്കിൽ പോലും അതും നന്നാകും നിങ്ങൾ പാടുന്ന പാട്ടിലൂടെ. കാരണം ആ അഭിനന്ദനം എന്ന് പറയുന്ന മനോഭാവത്തിൽ അത്രയും ശക്തികൾ അടങ്ങിയിട്ടുണ്ട്. എല്ലാവരോടും അഭിനന്ദനം പറഞ്ഞ് ആഹാ ആഹാ എന്ന് പറയുക, സബാഷ് എന്ന് പറയുക, ഇതിൽ ശക്തിയുണ്ട്. ഇതാണ് നമ്മുടെ ദാദിമാരെ എല്ലായ്പ്പോഴും ചെയ്തത്. ഏത് ദാദിമാരെ എടുത്തു നോക്കിയാലും, അത് ദാദി പ്രകാശ്മണിജി ആയിക്കോട്ടെ, ബഡി ദീദി ആയിക്കോട്ടെ, ജാൻകി ദാദി ആയിക്കോട്ടെ, അവർ ചെയ്തത് മുഴുവൻ ഇതാണ്: ആരെന്ത് ചെയ്തു അതിനെ അഭിനന്ദിച്ചു. അതുകൊണ്ടാണല്ലോ മുഴുവൻ വിശ്വത്തിലെയും എത്രയോ അനേക ആത്മാക്കളെ, അനേക തരത്തിലുള്ളവരെ മുഴുവൻ ഒരൊറ്റ ചരടിൽ കോർക്കാൻ അവർക്ക് അതുകൊണ്ടാണ് കഴിഞ്ഞത്.
കാരണം അഭിനന്ദനമില്ലാതെ സബാഷ് എന്ന് പറയാതെ ഈ മുഴുവൻ വിശ്വത്തിനെയും ഒരു ചരടിൽ കോർക്കുക എന്നുള്ളത് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. സാധിക്കോ? പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരെ ചെറിയൊരു കാര്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ആ ചെയ്ത കാര്യത്തെ പ്രതി പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ശബ്ദം, ചിലരെങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് പറയാൻ പോലും മടിക്കുന്നവരുണ്ടായിരിക്കും. ആ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്നവരുണ്ടാകും. ബാബ പറഞ്ഞിട്ടുണ്ടത്. നന്നായിട്ടുണ്ട് എന്നുള്ളതിലെ ആരെങ്ങനെ പിശുക്ക് കാണിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്ത് ചെലവാണുള്ളത്? നമ്മുടെ നാവിനെ. നമ്മൾ എത്രത്തോളം അവർ ചെയ്ത കാര്യത്തിനെ അഭിനന്ദിക്കുന്നുവോ അത്രത്തോളം നമ്മളും അവരും തമ്മിലുള്ള കണക്ഷൻ അത് വളരെ ക്ലോസ് ആകും. കാരണം ഇന്ന് ലോകത്തുള്ള മനുഷ്യർക്ക് ഇതാണ് ആവശ്യം. ഇതാണ് ശിവബാബയും നമ്മളെ പഠിപ്പിച്ചത്, ബ്രഹ്മാബാബയും നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ ദാദിമാരെന്ത് ചെയ്തു? അത് നമ്മുടെ മുന്നിലെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു തന്നു. രണ്ടാമത്തെ ആധാരമാണ് സന്തുഷ്ടമായിരിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നിങ്ങളെ ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. എവിടെ താരതമ്യം വരുന്നുവോ അവിടെ അസന്തുഷ്ടത ഉണ്ടാകും. മറ്റുള്ളവരെ നോക്കുക, ഇവർ നോക്കൂ എൻ്റെ പിന്നാലെ വന്നവരല്ലേ, പക്ഷെ ഇവർക്ക് നോക്കൂ എല്ലാം നന്നായിട്ട് കിട്ടി, പക്ഷേ എനിക്കാണെങ്കിലോ ഞാൻ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ഇപ്പം അതേ സ്ഥാനത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. ഒരു മുന്നേറ്റവും എനിക്കില്ല, എനിക്കൊന്നും കിട്ടിയില്ല. എപ്പോ നമ്മൾ ഈ താരതമ്യം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു അവിടെ അസന്തുഷ്ടതയുടെ ഫീലിംഗ് ആരംഭിക്കും. ദാദിമാർ ഒരിക്കലും തന്നെ അവനവനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും യോഗികളാണ്. യോഗികൾ അർത്ഥം തന്നെ യോഗ്യരെന്നാണ്. നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലോകത്തിൽ തന്നെ വസ്തുക്കളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും അതെല്ലാം ലോകത്തിലും കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് യോഗികളാകാനും യോഗ്യരായി മാറുന്നതിന് വേണ്ടിയാണ്. യോഗ്യതയാണെങ്കിലും 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് ലൗകിക ലോകത്തിലുള്ള യോഗ്യതകൾ, മറ്റൊന്നാണ് അലൗകിക ലോകത്തിലെ ആത്മീയമായിട്ടുള്ള യോഗ്യതകൾ. പക്ഷെ ബാബ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്ന യോഗ്യതകൾ അത് അമൂല്യമായിട്ടുള്ള ഖജനാവുകളാണ്. രാമായണത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഒരിക്കൽ രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടെ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഗംഗാതീരത്ത് എത്തി. രാമായണത്തിൻ്റെ ഉള്ളിലെ ഒരു കാര്യമുണ്ട്. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടെ അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പം അവർക്ക് ഗംഗ മറികടക്കണമായിരുന്നു. അങ്ങനെ നിഷാദ രാജ്യം, ആ രാജ്യത്തിലേക്ക് അവരെത്തി. അപ്പോൾ അവിടെയുള്ളവരോട് ശ്രീരാമൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു തോണി തരൂ, ഞങ്ങൾക്ക് ആ തോണിയിലിരുന്ന് ഈ നദി മറികടക്കണം, ത്രിവേണി സംഗമം കടത്തിവിടണം, ഞങ്ങളെന്നെ അവിടെ എത്തിക്കണം, ഞങ്ങൾ അക്കരയ്ക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? ഒരു തോണിക്കാരനെ വിളിച്ചു. അങ്ങനെ ആ തോണിക്കാരൻ ഇവരെ 3 പേരെയും വള്ളത്തിലിരുത്തി അക്കരെ കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ അവിടെ എത്തിച്ചേർന്നു, അക്കരെ എത്തി. അപ്പോൾ ശ്രീരാമൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയും ഞങ്ങളെ സഹായിച്ചതല്ലേ, ഈ ഗംഗ മറികടക്കാൻ ഈ തോണിക്കാരനല്ലേ സഹായിച്ചത്, അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വാടക കൊടുക്കണം ഈ തോണിക്ക്. കാരണം തോണി ഉപയോഗിച്ചതല്ലേ നമ്മൾ, ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വാടക കൊടുക്കണം. വേഗം തന്നെ ശ്രീരാമൻ എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന മോതിരമുണ്ട്, ആ മോതിരമൂരി കൊടുത്തു. ഇതേ ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളൂ, ഇതാണ് നിൻ്റെ തോണിയുടെ വാടക. ഈ സമയത്ത് ആ തോണിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങും വലിയൊരു തോണിക്കാരൻ തന്നെയല്ലേ, ഞാനും തോണിക്കാരനാണ്. കാരണം എപ്പോഴും ഈശ്വരനെ കുറിച്ച് പറയുന്നത് തോണിക്കാരൻ എന്നാണല്ലോ. നമ്മൾ സാധാരണ ഈശ്വരൻ്റെ മഹിമ പാടും, ഈ വിഷയസാഗരത്തിൽ നിന്നും അക്കരെ എത്തിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയാറുണ്ടല്ലോ.
അല്ലെ? ലോകമെന്ന് പറയുന്നത് ഒരു സംസാര സാഗരമാണ്. ആ സാഗരത്തിൽ നിന്ന് നമ്മളെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവമാണല്ലോ. അപ്പോൾ ഞാനും ഒരു തോണിക്കാരൻ, അങ്ങയും ഒരു തോണിക്കാരൻ. ഒരു തോണിക്കാരൻ മറ്റൊരു തോണിക്കാരനിൽ നിന്നും എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുക? ഒരിക്കലും ഒരു തോണിക്കാരൻ മറ്റൊരു തോണിക്കാരനിൽ നിന്നും ഒന്നും വാങ്ങിക്കില്ല. അഥവാ അങ്ങേക്ക് ഇത്രയും എനിക്ക് തരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും വേണ്ട, എനിക്ക് അവിടെ എത്തുമ്പോൾ തന്നാൽ മതി. അതേപോലെ തന്നെ നമ്മളും വിചാരിക്കണം, ഈശ്വരനിൽ നിന്നും നമുക്ക് ഈ സ്ഥൂലമായതാണോ നമ്മൾ നേടേണ്ടത്, അതോ ഈശ്വരനിൽ നിന്നും ഏറ്റവും ഉയർന്നത് നേടണോ? നമ്മുടെ കൈകളിലാണ് ചോയ്സ്. നമുക്കെന്താണ് വേണ്ടത്? ഇവിടെയാണെങ്കിലും ബാബയും കണ്ടിട്ടില്ലേ, ചിലർക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും പലതും കിട്ടണമെന്ന്. അവർക്ക് ബാബ അവിടുന്ന് എല്ലാം കൊടുക്കും. ഇനി ചിലർക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒന്നും വേണ്ട, എല്ലാം അവിടുത്തെ മതി, സത്യുഗത്തിൽ മതി. അങ്ങനെയുള്ളവർക്ക് ബാബ എന്ത് ചെയ്യും? എല്ലാം ശേഖരിച്ച് വെച്ച് അവിടുന്ന് കൊടുക്കും ബാബ. പക്ഷേ ഇവിടെ കിട്ടിയവർക്കുണ്ടല്ലോ, അവർക്ക് അവിടുന്ന് ഒന്നും കിട്ടില്ല. ഇനി അവിടെ കിട്ടുന്നവർക്ക് ഇവിടെ കിട്ടൂല. അപ്പോൾ എവിടത്തെയാണ് വേണ്ടത്? അപ്പോൾ ഈ ഒരു ചോയ്സ് നമ്മുടേതാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ബാബയുടെ അടുക്കിലേക്ക് വന്നതിന് ശേഷം ഏതിൻ്റെയെങ്കിലും ഒരു കുറവെന്ന് പറയുന്നത് നമുക്കുണ്ടോ? യാതൊരു കുറവും ബാബ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. നമ്മളെല്ലാവരും വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയുള്ളതാണ്? എന്തെങ്കിലും കുറവുകൾ ഉണ്ടായതായി നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാൽ എന്നിട്ടും നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം, എനിക്ക് ഇവിടുത്തെ പ്രാപ്തികളാണോ വേണ്ടത്, അതോ എനിക്ക് അവിടെ ബാബ ഭാവിയിലേക്ക് തരാൻ പോകുന്ന പ്രാപ്തിയാണോ വേണ്ടത്? അവനവനാണ് ഈ ചോയ്സ്. അഥവാ നമ്മുടെ ഉള്ളിലെ ഈ കാര്യം നമ്മൾ പക്കയാക്കുകയാണ്, ഭാവിയിലുള്ളത് മതി എങ്കിൽ ഇവിടെ നമ്മൾ സന്തുഷ്ടായിരിക്കും. എന്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും സന്തുഷ്ടായിരിക്കും. പക്ഷേ ഇവിടെ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എല്ലാമെങ്കിൽ, അപ്പോൾ ഓരോ സെക്കൻഡിലും നമുക്ക് അസന്തുഷ്ടതയുടെ ഫീലിംഗ് ആയിരിക്കും. വേണം, കിട്ടണം, പോരാ, മതിയായില്ല. അപ്പോൾ ഓരോ നിമിഷങ്ങളിലും ഓരോരുത്തരുമായി നമ്മൾ താരതമ്യം ചെയ്യും. ഓരോ നിമിഷങ്ങളിലും നമ്മൾ അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും. കാരണം ഇവിടെയുള്ളത് കിട്ടാനുള്ള ഇച്ഛയാണ് ഉള്ളിലെ. അപ്പോൾ ഒരിക്കലും തന്നെ ആത്മസംതൃപ്തി നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെയും കിട്ടില്ല, ഭാവിയിലുള്ളതും കിട്ടില്ല. കാരണം ഇവിടെ കിട്ടുന്നതിൻ്റെ ആധാരം യോഗ്യതയാണ്. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ യോഗ്യകളായി മാറി യോഗ്യതകൾ നിങ്ങളുടെ ഉള്ളിൽ വികസിക്കുന്നു, അപ്പോൾ ബാബ നിങ്ങൾക്കെല്ലാം സ്വയം തന്നുകൊണ്ടിരിക്കും. പക്ഷേ ബാബ എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും വീണ്ടും വീണ്ടും വേണം, സ്വരൂപിക്കണം, കിട്ടണം എന്നുള്ളൊരു ഇച്ഛ വെച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ നമ്മൾ ബ്രാഹ്മണ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ സന്തുഷ്ടതയുടെ ആധാരമാണ് ഇവിടുത്തെ ഒന്നും വേണ്ട, ഇവിടുത്തെ പ്രാപ്തികളേ വേണ്ട. പകരം ഭാവിയിലെ പ്രാപ്തി, അതിലായിരിക്കണം കണ്ണ്. ഏതുപോലെ സുധാമ ഒരു പിടി അവല് കൊടുത്തിട്ട് പോയി. പക്ഷേ ആ ഒരു പിടി അവലിൻ്റെ റിസൾട്ട് എന്താ? അവിടെ കൊട്ടാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കിട്ടി സുധാമയ്ക്ക്. പക്ഷേ സുധാമയ്ക്ക് അറിയുപോലുമില്ല ഈ അവല് കൊടുക്കുമ്പോൾ എനിക്കിതൊക്കെ കിട്ടുമെന്നുള്ളത്. കുചേലൻ കൃഷ്ണന് കൊടുക്കുന്ന സമയത്ത് കൃഷ്ണൻ ഭക്ഷണമേ കഴിക്കാത്ത വിധത്തിൽ ദാഹിച്ചിട്ടായിരുന്നു ആ അവല് കഴിക്കുന്നുണ്ടായിരുന്നു, ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കുചേലൻ ആകാംക്ഷയോടുകൂടെ ശ്രീകൃഷ്ണനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ എത്ര കുചേലൻ്റെ കൈകളിൽ നിന്നും ഓരോ പിടി അവല് വാങ്ങിച്ച് ഭക്ഷിക്കുന്നു, അത്രയും തന്നെ ഫലം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രാപ്തി. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ. ഒന്നോ ഇവിടെ, അല്ലെങ്കിൽ അവിടെ, ഭാവിയിൽ. അപ്പോൾ അതിൽ നമ്മൾ വേണം തീരുമാനമെടുക്കാൻ. എനിക്ക് എവിടുത്തേതാണ് വേണ്ടത്, അതും എങ്ങനെയുള്ളത് വേണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയാറില്ലേ, ബീജം ഭൂമിയിൽ വിതച്ചു കഴിഞ്ഞാൽ, ആ ബീജത്തിൽ നിന്നും വൃക്ഷമുണ്ടായിക്കഴിഞ്ഞാൽ
ഇനി ആ വൃക്ഷത്തിൻ്റെ ചുറ്റും തന്നെ ധാരാളം എന്തുണ്ടായിരിക്കും, ഫലങ്ങളുണ്ടാകും സീസൺ സമയത്ത്. പക്ഷേ മുഴുവൻ ഫലവും ഒരൊറ്റ സമയത്ത് തന്നെ ഉണ്ടാകില്ല അല്ലേ? ഓരോരോ ദിവസങ്ങൾ മാറി മാറിയിട്ടായിരിക്കും. ഇന്ന് കുറച്ച് കായ്ക്കും, ഇന്ന് കുറച്ച് ഫലം തരും, നാളെ വേറെ ആയിരിക്കും, വേറെ കായ്ഫലങ്ങളായിരിക്കും. ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയതുണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയിൽ ഇടവിട്ടിട്ട് ഇങ്ങനെ പൂക്കളും കായ്കളും കനികളും കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 3-4 മാസത്തിൻ്റെ സീസണിൻ്റെ ഉള്ളിലെ അങ്ങനെ ആ സീസണിൻ്റെ അവസാനം വരയ്ക്കും അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്ത് ഫലമാണോ വിതച്ചിരിക്കുന്നത് അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും. അഥവാ വേറെ ആരെങ്കിലും നോക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കാൻ ആരംഭിച്ചാൽ, കണ്ടില്ലേ ഇവർക്ക് ഒരു പരിശ്രമമില്ലാതെ ഫലം കിട്ടുകയാണ്, പക്ഷെ ഞാൻ ഇത്രയും പരിശ്രമിച്ചിട്ട് പോലും എനിക്ക് യാതൊരു ഫലവും കിട്ടുന്നില്ല. കിട്ടും, ലഭിക്കും. ഇതിനെയാണ് സന്തുഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാദി എപ്പോഴും പറയാറുണ്ട്, ക്ഷമയിലൂടെ മാത്രമേ സന്തുഷ്ടത പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. ക്ഷമ വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. എവിടെ ക്ഷമയുണ്ടോ അവിടെ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ടായിട്ടുള്ള സംതൃപ്തി, സന്തുഷ്ടത ലഭിക്കും. അത് വളരെ മധുരമായ ഫലമായിരിക്കും. കാത്തിരിപ്പിൻ്റെ ഫലമുണ്ടല്ലോ, മധുരമായ ഫലമാണത്. പക്ഷെ നമ്മൾ ഒരല്പം കാത്തിരിക്കണം, ക്ഷമ വേണം. പക്ഷേ സാധാരണ ചിലപ്പോൾ എന്ത് ചെയ്യും, പച്ചയായിട്ടുള്ളത് കഴിക്കാനായിട്ട് ചിലർ ആഗ്രഹിക്കും. പക്ഷെ പച്ചയായിട്ടുള്ളതിൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, രസമുണ്ടാവില്ല. പക്ഷെ കുറേയൊക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഫലം എന്തായിരിക്കും, വളരെ ടേസ്റ്റായിരിക്കും അത് പാകപ്പെട്ട് വരുമ്പോൾ. അപ്പോൾ ആ പച്ചയായ ഫലം പാകപ്പെടാൻ കുറച്ച് ക്ഷമ വേണം. ആ ക്ഷമയിലൂടെ മാത്രമേ മധുരമായ ഫലത്തെ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അഥവാ ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ ക്ഷമയോടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അവസാനം നമുക്ക് ലഭിക്കുന്ന ഫലം എത്ര മധുരമായ ഫലമായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷമ വളരെയധികം ആവശ്യമാണ്. ചില ഫലങ്ങളുണ്ടല്ലോ, ആദ്യമൊക്കെ ഉണ്ടായി, പക്ഷെ നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പഴങ്ങൾ മുഴുവൻ ചീത്തയാകും. ഇനി സീസണിൻ്റെയൊക്കെ അവസാനമാകുമ്പോൾ എന്ത് ഫലമുണ്ടായോ ആ ഫലം ഒരിക്കലും കേടേ വന്നിട്ടുണ്ടാവില്ല, പുഴുക്കളൊന്നും ഉണ്ടാവില്ല, അതിൽ വളരെ മധുരവുമായിരിക്കും. അതേപോലെയാണ് ബ്രാഹ്മണ ജീവിതത്തിലും ആർക്ക് വളരെയധികം പ്രാപ്തികൾ ലഭിക്കുന്നു, അപ്പോൾ തീർച്ചയായും അവരെ കേടുവരാനും സാധ്യതയുണ്ട്. ഇനി അതിലെ എന്താണ് ആ കീടങ്ങൾ അല്ലെങ്കിൽ പുഴുക്കളെന്ന് പറയുന്നത് ഏതാണ്, ഫലങ്ങളിലെ ബാധിക്കുന്ന പുഴുവില്ലേ, അതേപോലെ തന്നെ ബ്രാഹ്മണ ജീവിതത്തിലുണ്ടാകും. അതാണ് അഹങ്കാരം. അഥവാ അഹങ്കാരമാകുന്ന കീടം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകൂ, ആരെങ്കിലും അവരെ അംഗീകരിക്കൂ? തീർച്ചയായും ആ ഫലത്തെ ആളുകൾ എന്താ ചെയ്യുക, പുഴുണ്ടായ ഫലത്തെ ഉപയോഗിക്കില്ല, നേരെ കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിലിടും. കാരണം എന്താ, അതിൽ പുഴു വന്നു. എങ്ങനെ അത് കഴിക്കും പുഴു വന്നതിനെ? അതായത് മധുരമായ ഫലമാണ്, നല്ല ഫലമാണ്, പക്ഷെ അതിലെന്തുണ്ട്, പുഴുവുണ്ട്. ആദ്യം പാകപ്പെട്ടതുമാണ്, പക്ഷെ അതിനെന്ത് ചെയ്യേണ്ടി വരികയാണ്, നമ്മുടെ കൊട്ടയിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയേണ്ടി വരികയാണ്. പക്ഷേ ഇവിടെ ബാബ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ആരും നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങി കളയില്ല, പക്ഷേ സ്വയം പുറത്താകും. അവർ തീർച്ചയായും സ്വയം സൈഡായി പോകും. എന്തുകൊണ്ടാണ്? കീടമേൽക്കുന്നത് കൊണ്ടാണ്. എവിടെ അഹങ്കാരമാകുന്ന കീടമുണ്ടാകുന്നു, അഹങ്കാരമാകുന്ന കീടം തീർച്ചയായിട്ടും അവനവനെ തന്നെ സൈഡാക്കി കളയും. പരമാത്മാവ് ഒരിക്കലും ആരെയും സൈഡാക്കില്ല, ആരെയും മാറ്റി നിർത്തില്ല, പക്ഷെ സ്വയം സൈഡാകും. പക്ഷേ എവിടെ അഹങ്കാരമാകുന്ന കീടം ബാധിക്കുന്നു, നാച്ചുറലായി തന്നെ അവർക്ക് ആത്മസംതൃപ്തി ഉണ്ടായിരിക്കില്ല. ഇനി മറ്റുള്ളവരെ, പരിവാരത്തിലുള്ളവരെ അവരെ സ്വീകരിക്കുകയും ചെയ്യില്ല. ഇനി പരമാത്മാവിനും സ്വീകരിക്കാൻ പറ്റില്ല. പരിവാരത്തിൽ നിന്നുള്ള സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റും കിട്ടില്ല. അഹങ്കാരമുള്ളൊരു വ്യക്തിക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ഇതാണ് വെക്കേണ്ടത്. നമ്മൾ യോഗ്യപാത്രമായി മാറണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതാണ്, അഹങ്കാരമാകുന്ന കീടം നമ്മളെ ബാധിക്കരുത്.
അവർക്ക് നോക്കൂ, ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില വൃക്ഷങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കായ്ക്കും, നിറയെ ഫലങ്ങളുണ്ടാകും. എന്നാൽ മഴയൊക്കെ പെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? കീടങ്ങൾ ബാധിച്ചു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആത്മാക്കൾ ബ്രാഹ്മണരുടെ ലോകത്തിലുണ്ടാകും. അവർ പെട്ടെന്ന് അങ്ങോട്ട് പുരോഗമനത്തിലേക്ക് വരും. ഒരുപാട് പേരുടെ പാലനയും സ്നേഹവും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം കിട്ടുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒന്നാണ് അഹങ്കാരം. അഹങ്കാരം ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാഹ്മണ ജീവിതത്തിലെ വളരെ ആവശ്യമുള്ള ഒന്നാണ് ക്ഷമ. എവിടെ ക്ഷമയുണ്ടോ അവിടെയുള്ള ഫലം വളരെ മധുരമായിരിക്കും. സർവരിൽ നിന്നും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കും. പരമാത്മാവിൽ നിന്നും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരോടും നമ്മളെന്നെ താരതമ്യം ചെയ്യരുത്. ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ, അതേപോലെ ഭഗവാൻ എന്നെ സ്വീകരിച്ചു. ഇത് തന്നെ മതി എനിക്ക് ധാരാളം. ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ്. സ്വയം ഭഗവാൻ തന്നെ എന്നെ സ്വീകരിച്ചില്ലേ, ഇനി അതിലും വലുതായി എന്ത് വേണം? നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ, അതേ തരത്തിൽ ഭഗവാൻ നമ്മളെ സ്വീകരിച്ചു. ബാബ നൽകുന്ന ശ്രീമത്തിലൂടെ ജീവിച്ച് അത് പ്രകാരം നടന്നുകൊണ്ട് യോഗിയായി മാറി അവനവൻ്റെ ഉള്ളിൽ യോഗ്യതകൾ നിറയ്ക്കണം. ഇതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് ആര് യോഗിയാകുന്നു, യോഗ്യരായി മാറുന്നു, അവരെ സദാ ദേവതയായി മാറുക തന്നെ ചെയ്യും. ബാബയുടെ ഒരു മുരളി എനിക്ക് ഓർമ്മ വരികയാണ്. അവരൊരിക്കലും ലേവതയായിരിക്കില്ല. ആരുടെ ഉള്ളിലാണോ ലേവത എടുക്കണം എന്നുള്ള സംസ്കാരം ഉണരുന്നത്, അവർക്ക് പേര്, പ്രശസ്തി, സ്ഥാനം, മാനം, അനേക പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, അർത്ഥം തന്നെ എന്താണ്? ലേവത, എടുക്കുന്നവരെന്നാണ്. എന്നാൽ ആരാണ് ദേവത? അവർക്കൊരിക്കലും എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കില്ല, അവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാരണം ഇതാണ്, അസന്തുഷ്ടതയ്ക്ക് ലേവതാ സംസ്കാരം, എടുക്കണം എന്നുള്ള ഇച്ഛ. അതവരുടെ ഉള്ളിൽ എമർജ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? എന്ത് സംഭവിക്കും? ഒരിക്കലും സന്തുഷ്ടരാകാൻ കഴിയില്ല. പേര് വേണം, ബഹുമാനം വേണം, സ്ഥാനം വേണം, പ്രശസ്തി ഉണ്ടാകണം, പദവി വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. ഇതിൻ്റെ തന്നെ പരാതികൾ അവർ പറയും. ഇനി എത്രത്തോളം താരതമ്യം ചെയ്യുന്നു, ഈ താരതമ്യത്തിൻ്റെ സംസ്കാരം തന്നെ എന്താണ് ഉണ്ടാക്കുക? പരാതികൾ ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും പരാതികൾ ഉണ്ടാകും. ഇവരെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇവരെന്താ എങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് എവിടെ ദേവതാ സംസ്കാരം എമർജ് ആകുന്നു, കൊടുത്തുകൊണ്ടേയിരിക്കണം, കൊടുക്കണം. എപ്പോൾ കൊടുക്കാൻ ആരംഭിക്കുന്നു, അപ്പോൾ മുകളിലിരിക്കുന്ന ആൾ സ്വയമേവ തരാനായിട്ട് ആരംഭിച്ചോളൂ. അഥവാ ആർക്കെങ്കിലും നോക്കൂ, ബഹുമാനം വേണോ, നിങ്ങൾ കൊടുക്കൂ. എന്താണിപ്പോൾ നിങ്ങൾക്ക് നഷ്ടം? എന്തും നമുക്ക് പോകാനുള്ളത്? യാതൊരു ചെലവും ഇല്ലാത്ത കാര്യം, ഒന്നും ചെലവില്ലല്ലോ. എന്നാൽ നിങ്ങൾ കൊടുക്കുന്നതിലൂടെ മുകളിലിരിക്കുന്ന ആൾ എത്ര തരും? നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകൂ, പരിഗണനയുടെ ഭാവനയിലൂടെ അവരെ കാണൂ, അവർക്ക് ബഹുമാനം നൽകൂ. ഇതിനെ തന്നെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാനമെന്ന്. കൊടുക്കുക. ആരുടെ ഉള്ളിലാണോ ജ്ഞാനം ശരിയായ രീതിയിൽ ദഹിച്ചിരിക്കുന്നത്, അവർക്കൊരിക്കലും വാങ്ങണം എന്ന സംസ്കാരം ഉണ്ടാവില്ല, എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കില്ല, അവർക്ക് കൊടുക്കണം എന്ന മനോഭാവമായിരിക്കും. അടുത്തത് നാലാമത്തെ കാര്യം, അതാണ് ബാബ എപ്പോഴും പറയാറുണ്ട്, സന്തുഷ്ടതയുടെ അടയാളമാണ് പ്രസന്നത. ആരാണോ സ്വയം പ്രസന്നചിത്തരായിരിക്കുന്നത് അവരൊരിക്കലും തന്നെ പ്രശ്നചിത്തരാകില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് കാര്യത്തെ പ്രതിയും പ്രശ്നങ്ങളില്ല. ബാബ ഡ്രില്ലിൽ എപ്പോഴും പറയുന്നൊരു ശബ്ദമില്ലേ, സന്തുഷ്ടമണി എന്ന് പറയും. മണി എന്ന് വെച്ചാൽ എന്താ? അതായത് സന്തുഷ്ടമണി, ഫുൾ സ്റ്റോപ്പ്. ആർക്ക് ഫുൾ സ്റ്റോപ്പ് വയ്ക്കാൻ അറിയുന്നുണ്ടോ, അതായത് ബിന്ദു ഇടാൻ ആർക്കറിയുന്നോ അവരാണ് സന്തുഷ്ടമണിയായി മാറുക. പക്ഷെ ആരാണോ ചോദ്യചിഹ്നങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതാ അവർ ജീവിതത്തിൽ
എല്ലാ കാര്യത്തിലും എല്ലാ പ്രകാരത്തിലുള്ള ചോദ്യങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളതെങ്കിൽ അവർക്കൊരിക്കലും തന്നെ സന്തുഷ്ടരാകാൻ കഴിയില്ല. അവർക്ക് പ്രസന്നരാകാനും കഴിയില്ല. അതുകൊണ്ട് പ്രശ്നചിത്തരല്ല, പ്രസന്നചിത്തരാകണം. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട പുരുഷാർത്ഥം ഇതാണ്: ബിന്ദു ഇടുക. അത് നമ്മൾ പഠിക്കണം. ഓരോ കാര്യത്തിലും ബിന്ദു ഇട്ടുകൊണ്ടേ പോകണം. അങ്ങനെ ആരാണോ സദാ ബിന്ദു ഇട്ടുകൊണ്ടേ മുന്നോട്ട് പോകുന്നത് അവർക്ക് സദാകാലത്തേക്ക് സന്തുഷ്ടമായിരിക്കാൻ കഴിയും. അവർ സന്തുഷ്ടര് തന്നെയായിരിക്കും. അവർക്കൊരിക്കലും സന്തുഷ്ടതയുടെ യാതൊരു കുറവും ഉണ്ടാകില്ല. അവർക്ക് 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റും സ്വയമേവ കിട്ടും. ബാബ നമ്മളെല്ലാ കുട്ടികളെയും അനേക പ്രകാരത്തിലുള്ള വിശേഷതകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ആ വിശേഷതകളെ നമ്മൾ എത്രത്തോളം പ്രയോഗിക്കുന്നു? ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം തന്നെ ഇതാണ്. എന്താണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഉദ്ദേശം? ബാബ എന്തൊക്കെ വിശേഷതകൾ നൽകിയിട്ടുണ്ടോ ആ വിശേഷതകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് യോഗി എന്ന ശബ്ദത്തിൻ്റെ വേറൊരു പദമാണ് പ്രയോഗി. ജീവിതത്തിൻ്റെ ഉള്ളിൽ പ്രയോഗിച്ചുകൊണ്ട് അനേക ആത്മാക്കളെ സന്തുഷ്ടരാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് യോഗി. അവരാണ് പ്രയോഗി, അവരാണ് യോഗ്യര്. അവരെയാണ് സന്തുഷ്ടമണികളെന്ന് ബാബ പറയാറുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തു. ഓം ശാന്തി.